ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുപയർ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ചെറുപയറിൻ്റെ കറി എന്ന് പറയുമ്പോൾ ഒരുവിധം ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ചെറുപയർ ഒരു 3 മണിക്കൂർ പുതിർത്തി വെച്ചിട്ടുണ്ട്. പുതിർത്താണ്ടും ഉണ്ടാക്കും, പക്ഷെ കുറച്ച് കൂടുതൽ വേവണമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഒരു 3 മണിക്കൂർ പുതിർത്തി വെച്ചിട്ടുണ്ട്. ശേഷം നല്ലോണം കഴുകിയെടുത്ത് അതിലേക്ക് ഒരു 5-6 പീസ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് നല്ലോണം കൂടിയിട്ടാണ് ഈ ഒരു കറിയിലുണ്ടാവുക. ഒരു ഹാഫ് സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ചതച്ചത് എടുത്തിട്ടുണ്ട്. കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, അതിനുശേഷം വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. ഒരു ചെറുപയർ 4 വിസിൽ വരുമ്പോഴത്തേക്കും വെന്ത് വന്നിട്ടുണ്ട്. ചില ചെറുപയറിന് നല്ല വേവായിരിക്കും. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാം. അടുത്തത് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഇവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പെരുംജീരകം എടുത്തിട്ടുണ്ട്, വലിയ ജീരകം. മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കളറിന് വേണ്ടി. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ച ചെറുപയറിലേക്ക് ഈ തേങ്ങയുടെ അരപ്പൊന്ന് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം വെള്ളം കുറച്ചും കൂടെ വേണമെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചെറുപയറിൻ്റെ കറി കുറച്ച് കൈ തോറും ഇതുപോലെ കട്ടിയായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അതിലേക്ക് ഇനി കടുകൊക്കെ പൊട്ടിച്ച് ചേർക്കാം. ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പെരുംജീരകം. അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഏത് കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങേൻ്റെ കൊത്തും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ കട്ടി കൂടുതലാണ്, കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കറീൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ്, സാധാരണ നിങ്ങൾ ഉണ്ടാക്കുന്ന ചെറുപയർ കറീനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് എല്ലാവരും കമൻസൊക്കെ അറിയിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.